നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കണം. നാടൻ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 2.5 കിലോ ചിക്കന് ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ. നാടനായതുകൊണ്ട് ഇച്ചിരി എരിവ് കൂടുതൽ വേണം. പിന്നെ മല്ലിപ്പൊടിയും അതേമാതിരി തന്നെ 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കാശ്മീരിയാണ്. കാശ്മീരി ഒരു കളറൊക്കെ കിട്ടാൻ പാകത്തിന് ഒരു ടീസ്പൂൺ. ഇത്ര സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഈ ചിക്കൻ മസാല ഉണ്ട്. ചിക്കൻ മസാല നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഇടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് വേണം ഈ സംഗതികളൊക്കെ ചെയ്യാൻ. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുമ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാം കറിയുടെ ഗതി എങ്ങനെയാണ് പോകണമെന്നുള്ളത്. കടുകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അത് തീർന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്നിച്ച് അതിന് ഒരു 3 മിനിറ്റ് വേപ്പിലയാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അത് ഒരു കുറച്ച് എന്നിട്ട് കൊടുക്കും. നല്ല മാവും അങ്ങനെ കിട്ടാൻ മാത്രം ഇട്ട് കൊടുത്തേക്കും. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഈ 3 ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് മൂത്ത് നമ്മുടെ എണ്ണയിൽ നിന്ന് നമ്മുടെ എണ്ണയൊക്കെ വലിച്ച് തിരിച്ച് അതിങ്ങോട്ട് കക്കും. ആ പാകത്തിനാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അടുത്തത് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പോൾ ഒരു ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നാടൻ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തില്ല. ഇതിൻ്റെ അകത്ത് പൊടിയുപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് കല്ലുപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഇതിനകത്ത് വെള്ളം ചേർക്കണില്ല. അപ്പം ഞാനൊരു ചെറിയ 3 തക്കാളി ജ്യൂസ് അടിച്ചാണ് എടുത്തേക്കുന്നത് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഈ തക്കാളി ഒന്ന് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇതാണ് നമ്മൾ ഈ സാധനം മൂടി വെച്ച് ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കറ്റായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയായിട്ട് വെക്കണം ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 2.5 കിലോ ചിക്കനാണ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നത്.
കാശ്മീരി ചില്ലി ഇട്ടാണെന്നാണ് നല്ല കളറുണ്ടാകുന്നത്. ഇനി നമ്മൾ ഇതിന് കല്ലുപ്പാണ് ഇട്ട് തുടങ്ങുന്നത്. ഇതിനകത്ത് മറ്റേ പൊടിയുപ്പൊന്നല്ല വരുന്ന കല്ലുപ്പ്. അതൊക്കെ മുന്നിൽ നമുക്ക് പതുക്കെ നോക്കി ഇളക്കുന്നത് എല്ലാം ഇതായി ജോയിൻ്റ് ആയിരുന്നുണ്ട്. പതുക്കെ തീ ഒരുപാട് ഇടരുത്. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് സംഗതി കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ കുറച്ച് എല്ലാം ഭംഗിയായിട്ട് എടുക്കാനുള്ള കത്തിച്ചൊന്നും കളയരുത്. വെള്ളമൊന്നും ചേർക്കാനുള്ള അതിനകത്ത് ഒന്ന് തുറന്നു നോക്കാം. ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ പറ്റി നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി പോകണം. അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കും. ഇത് നമ്മൾ വെള്ളം സെപ്പറേറ്റ് ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കും ചെയ്യരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും മുടിക്കുക. തീ കുറച്ചൊക്കെ കത്തിക്കാമോ, അല്ലെങ്കിൽ സാധനം കത്തി കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടെമ്മിലൊക്കെ ആൾക്കാരാണെങ്കിൽ ഇച്ചിരി വെള്ളം പോയിട്ട് ഉണ്ടാക്കാൻ സാധനം വെള്ളം പോയിട്ട് ഉണ്ടാക്കി അതിൻ്റെ രുചി കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നാടൻ രീതിയിലൊന്നും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കണം. ഇതിനെ കുറച്ച് സാധനം ആടിയാണ്ട് നമ്മുടെ ചിക്കൻ മസാല ഇടാൻ അത് വാങ്ങാൻ നേരത്തെ ഉള്ളൂ. എന്നാലാണ് അതിൻ്റെ കൃത്യമായ രുചിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇടയ്ക്ക് അത് തുറന്നു നോക്കണം. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് വേവിച്ച് കൊളാക്കി കളയരുത്. ഇതിനൊരു പാകം വേവുണ്ട്. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ചിക്കന് ഒരു രുചി ഉണ്ടാവില്ല. ഇതാ എല്ലേന്നൊക്കെ ആ വിടണ ഭാഗം വരുമ്പോൾ വന്നത് ആണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ ആ രീതിക്ക് വേണം ഈ സാധനം ഇതാക്കാൻ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒക്കെ കറക്റ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി നല്ല കണ്ടോ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ആ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ ചിക്കൻ മസാല പതുക്കെ കുറച്ചാണ് ഒരു 10 രൂപയുടെ സാമ്പിൾ പാക്കറ്റ് മേടിച്ച് ഒരു മണത്തിനും ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല അതിൻ്റെ മുകളിൽ ഇടുക. അപ്പോൾ ഇലയിലൊക്കെ അങ്ങ് പിടിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയലക്കത്തു നിന്നൊക്കെ ഇപ്പോൾ വിളി വരും ചിക്കൻ ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. ചിക്കൻ കറിയൊക്കെ ഏകദേശം അറ്റപ്പറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കട്ടെ. നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നാടൻ രീതിയിലാണ് പാകത്തിന് വേവും പാകത്തിന് ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ നല്ല അടിപൊളി നാടൻ ചിക്കൻ കറി. ഞങ്ങൾ പുഴക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ടേസ്റ്റായിട്ട് ചിക്കൻ കറി കിട്ടാൻ സാധ്യത വേറെ അരപ്പൂടും കാര്യങ്ങളും കറുകപ്പെട്ട് അവർക്കൊന്നും ചേർത്ത് അത്രയും ടേസ്റ്റായിട്ട് കിട്ടില്ല. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. ഞങ്ങൾ എല്ലാ തോണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കും. വെള്ളമൊഴിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ഈ നാടിന് ഏറ്റവും ടേസ്റ്റ് സമയമുള്ള സമയത്താണ് നമ്മൾ ഉണ്ടാകുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില പതുക്കെ ഇങ്ങനെ വിതറിയിട്ട് എന്നിട്ട് ഞങ്ങൾ സാധനം എടുത്തു. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. നല്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോകുന്നവരായകൾ ഇതത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. അടുത്ത പ്രാവശ്യം നമ്മളത് ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ നാടൻ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങളോ ഇതൊന്നും വരാറില്ല. നല്ല ടേസ്റ്റായിട്ടാണ് ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളൂ. ഇനി അടുത്ത മീൻ കറി ഉണ്ടാക്കണേൻ്റെയും
ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ഇടുന്നതായിരിക്കും, യൂട്യൂബിൽ. അപ്പോൾ ഇത് വാങ്ങാണ് നല്ല കിടുക്കാച്ചി. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നല്ല ഗ്രേവി തിക്ക്, നല്ല കുഴമ്പ പാതിന് ചാറും ഇതൊക്കെ ആയിട്ട് നാടൻ ചിക്കൻ കറി. എന്തിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അത് നാടൻ ചിക്കൻ കറി. ഓക്കെ.